എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വാർത്താ ചാനലുകൾ വെച്ച ഒരു മലയാളിയും സന്തോഷത്തോടെ ഒരു മിനിറ്റ് പോലും ഇരുന്നിട്ടുണ്ടാവില്ല. കാരണം കേരളം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത എന്ന് തന്നെ പറയാവുന്ന വലിയൊരു പ്രകൃതി ദുരന്തം വയനാട്ടിൽ മുണ്ടക്കയത്ത് സംഭവിച്ചു. ഒരു പ്രദേശത്തെ മുഴുവൻ നശിപ്പിച്ചു എന്ന് തന്നെ പറയാവുന്ന തരത്തിലുള്ള വലിയ ദുരന്തമായിരുന്നു അത്. 100-ലധികം ആളുകൾ മരണപ്പെട്ടു, 100-ലധികം ആളുകൾ കാണാതായി. ഓരോ മണിക്കൂറും കഴിയുന്തോറും വാർത്തകളിലെ കാഠിന്യം കൂടി വന്നു. കേരളത്തിലെ മറ്റ് പല സ്ഥലങ്ങളിലും ഇതുപോലെ മഴക്കെടുതികൾ ബാധിച്ചിട്ടുണ്ട്. എങ്കിലും ഇവിടെ വലിയൊരു ദുരന്തമാണ് സംഭവിച്ചത്. ഈ വാർത്തകളൊക്കെ കണ്ട് മനസ്സ് വല്ലാതെ തളർന്നപ്പോൾ പുറത്തേക്ക് ഇറങ്ങി. ഒട്ടും വെയിലുണ്ടായിരുന്നില്ല. ഉച്ചനേരത്താണ് ഇറങ്ങിയതെങ്കിലും അതുപോലെ മഴ ചെറുതായി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒട്ടും വെയിൽ ഉണ്ടായിരുന്നില്ല. വീടിൻ്റെ അടുത്തുള്ള പുള്ള് മനക്കൊടി റൂട്ടിലേക്ക് ബൈക്കുമായി ചെന്നു. വെള്ളം കയറി വാഹന ഗതാഗതം പൂർണ്ണമായി നിരോധിച്ച സ്ഥലമായിരുന്നു അത്. പാടങ്ങളാൽ ചുറ്റപ്പെട്ട സ്ഥലമായതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ വന്നിരുന്ന, ആഹാരം കഴിക്കുന്നതിനായി കുറേ തട്ടുകൾ ഉണ്ടായിരുന്ന, സിനിമ നടി മഞ്ജു വാര്യരുടെ വീടുള്ള, അങ്ങനെ നിരവധി പ്രത്യേകതയുള്ള സ്ഥലമാണിത്. അവിടെയാണ് യാത്ര ചെയ്യാൻ പറ്റാത്ത വിധം വെള്ളം നിറഞ്ഞിരിക്കുന്നത്. എങ്കിലും ഈ ഒരു അവസ്ഥയിലും കാണാൻ വളരെ ഭംഗിയുള്ള പ്രദേശമായിരുന്നു ഇത്. പാടങ്ങളിലും റോഡിലും എല്ലാം വെള്ളം നിറഞ്ഞ് ഒരു ചെറിയ ചാറ്റൽ മഴ, നല്ല പച്ചപ്പ്, ഇതെല്ലാം അവിടെ കാണാൻ സാധിക്കുമായിരുന്നു. ഈ കാഴ്ചകളെല്ലാം ഫോണിലെ ക്യാമറ സ്ക്രീനിലൂടെ കാണുമ്പോൾ ഈ സ്ഥലങ്ങളുടെ ഭംഗി ഒന്നുകൂടി കൂടി. ഈ വീഡിയോ മുഴുവൻ റെക്കോർഡ് ചെയ്തിട്ടുള്ളത് സാംസങ്ങിൻ്റെ S23 അൾട്രയിലാണ്. ഈ ഫോണിൻ്റെ ക്യാമറയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് ഫോൺ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായും ഈ വീഡിയോ ഹെൽപ്പ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോകളെല്ലാം പകർത്തിയിരിക്കുന്നത് വിവിധ സൂമുകളിലും, അതായത് 10x, 3x അങ്ങനെയുള്ള വിവിധ സൂമുകളിലും 4K 30 FPS-ലുമാണ്. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഈ ക്യാമറയെക്കുറിച്ച് ഏകദേശ വിവരം ലഭിക്കുമെന്ന് തന്നെ വിചാരിക്കുന്നു. എന്തായാലും വീഡിയോ പകർത്തുമ്പോഴുള്ള എൻ്റെ സന്തോഷത്തിനെ കുറിച്ചാണല്ലോ സംസാരിച്ചിരുന്നത്. അതൊക്കെ അങ്ങനെ ലഭിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ചെറിയ സമാധാനം ലഭിക്കുന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ സമാധാനം ലഭിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലും എന്നെ അലട്ടിയിരുന്നൊരു വലിയ പ്രശ്നം ഇവിടെ ഉണ്ടായിരുന്നു. അത്രയും നാൾ നല്ല തിരക്കോട് കൂടിയായിരുന്ന ഒരു പ്രദേശം, തിരക്കുണ്ടായിരുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്ന ആ ഒരു പ്രദേശം ഒറ്റ ആളുകളുമില്ലാതെ, അല്ലെങ്കിൽ അധികം ആളുകളൊന്നുമില്ലാതെ, വണ്ടികളുടെ തിരക്കില്ലാതെ, ആ തിരക്കൊന്നുമില്ലാതെ വല്ലാതെ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു. എല്ലാ ഞായറാഴ്ചകളിലും വാഹനം പാർക്ക് ചെയ്യാൻ പോലും സ്ഥലമില്ലാതെ അത്രയും തിരക്കാണ് ഇവിടെ അനുഭവപ്പെട്ടിരുന്നത് മുമ്പ്. ഞായറാഴ്ചകളിൽ അത്രയും ഇല്ലെങ്കിലും മിക്ക ദിവസങ്ങളിലും, അതായത് ഇട ദിവസങ്ങളിൽ പോലും ആവശ്യത്തിന് ഇവിടെ തിരക്കുണ്ടാവാറുണ്ട് വൈകുന്നേരങ്ങളിൽ. അങ്ങനെ ഒരു സ്ഥലമാണ് തീരെ ആളുകളില്ലാതെ ഒറ്റപ്പെട്ട് കിടക്കുന്നത്. ഈ ഒരു പ്രദേശത്ത് നിരവധി സീരിയലുകളും സിനിമകളും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ജയസൂര്യയുടെ തൃശ്ശൂർ പൂരം എന്ന സിനിമ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ആ സിനിമയിലെ ചില ഭാഗങ്ങൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥലമാണ് ഇങ്ങനെ ഏകാന്തമായി വിജനമായി കിടക്കുന്നത്. എന്തായാലും മഴക്കാലം കഴിയുമ്പോൾ വീണ്ടും ഇവിടെ വലിയ തിരക്കുണ്ടാകും. കേരള സർക്കാരിൻ്റെ ടൂറിസം ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പദ്ധതികൾ ഉൾപ്പെട്ട സ്ഥലമാണ് ഈ പുള്ള്, ആലപ്പാട്, അതുപോലെ മനക്കൊടിയൊക്കെ. എന്തായാലും ഇവിടേക്ക് വരാനുള്ള 2 വഴിയും വെള്ളം കയറിയതിനാൽ പുള്ളെന്ന് ഗ്രാമത്തിൻ്റെ ഉള്ളിലേക്ക് പോകാനുള്ള വഴികളിൽ, അതായത് നമ്മുടെ മഞ്ജു വാര്യരുടെ വീടിൻ്റെ അടുത്ത പ്രദേശങ്ങളിൽ പോകാനായിട്ട് 2 സൈഡിൽ നിന്നും വെള്ളം കയറി എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അവിടേക്ക് പോകാൻ ഞാൻ മുതിർന്നില്ല. മാത്രമല്ല വാഹനം ഗതാഗതം ഇല്ല എന്ന് അവിടെ തുടക്കം തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. പുള്ളിലേക്ക് കിടക്കുന്ന ആ വഴിയിൽ തന്നെ, അല്ലെങ്കിൽ ആലപ്പാടിലേക്ക് കിടക്കുന്ന, അല്ലെങ്കിൽ മനക്കൊടിയിലേക്ക് കിടക്കുന്ന ആ വഴിയിലേക്ക് തന്നെ, ശാസ്താകടവിൽ നിന്ന് വരുമ്പോൾ ആ വഴിയിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് വാഹന ഗതാഗതം ഇല്ല എന്ന്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് യാത്ര ചെയ്തില്ല. മാത്രമല്ല കുറച്ച് വണ്ടികളൊക്കെ അതിൽ പോകുന്നുണ്ടായിരുന്നു. അതൊക്കെ കാണുമ്പോൾ നല്ല രീതിയിൽ തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. എന്തായാലും ഇങ്ങനെയുള്ള പ്രദേശങ്ങൾ ഒരിക്കലും വാഹനം ഓടിക്കാതിരിക്കുകയാണ്, അത് ബൈക്കായാലും കാറായാലും ഓടിക്കാതിരിക്കുകയാണ് നല്ലത്. എന്തെങ്കിലും കുഴിയോ മറ്റോ ഉണ്ടെങ്കിൽ തന്നെ വളരെ പ്രശ്നമായിരിക്കും നമുക്ക് അത് ഉണ്ടാക്കാൻ
പോകുന്നത്. അതായത് ഇത്തരം വഴികളിലൂടെ പൂർണ്ണമായും വെള്ളം നിറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളിലൂടെ, റോഡ് പോലും കാണാനാകാത്ത സ്ഥലങ്ങളിലൂടെ വാഹനമെടുത്ത് പോകുമ്പോൾ അത് അപകടത്തിലേക്കായിരിക്കും ഒരുപക്ഷെ ചെന്നെത്തിക്കുക. വാഹനം കേടാകുന്നത് മാത്രമല്ല അപകടം, നമ്മുടെ ജീവനും എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്.